ഇന്ന് നമ്മുടെ വീട്ടിലെ താമ്പൂല പ്രശ്ന വെപ്പാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പണിക്കരത എത്തിയിട്ടുണ്ട്. 2 പേരുണ്ട്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവരെ സ്വാഗതം ചെയ്യുന്ന ഒരു ചടങ്ങാണ്. നമ്മുടെ അമ്മായിമാരും അമ്മയൊക്കെ കൂടി വിളക്കൊക്കെ കൊടുത്ത് കാലൊക്കെ കഴുകാൻ വെള്ളമൊക്കെ കൊടുത്തിട്ട് അവരിങ്ങോട്ട് സ്വാഗതം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അങ്ങനെ നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അച്ഛനാണ് വീട്ടിലെ കാരണവർ, അച്ഛനാണ് തുടക്കം. അപ്പോൾ ബാക്കി എല്ലാ തറവാട്ടുകാരും എത്തിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ ചടങ്ങുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ താമ്പൂലം എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാമല്ലോ വെറ്റിലയാണ്. അപ്പോൾ വെറ്റിലയാണ് കേട്ടോ നമ്മുടെ മെയിൻ താരം. അപ്പോൾ ഈ വെറ്റിലെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെക്കുന്ന എന്തൊക്കെ പരിപാടികൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് താമ്പൂല പ്രശ്നം കാണുന്നത്. പലർക്കും അറിയണ്ടായിരിക്കും താമ്പൂല പ്രശ്നം. നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, വല്ല മംഗളകർമ്മോ അല്ലെങ്കിൽ ബിസിനസ്സോ ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് മുന്നേ ആയിട്ട് നമ്മൾ താമ്പൂല പ്രശ്നം വെക്കാറുണ്ട്. എന്തെങ്കിലും ദോഷങ്ങളോ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ അമ്പലത്തിലെ പ്രതിഷ്ഠാ ദിനം നമ്മളെല്ലാവരും കൂടി തീരുമാനിച്ചിട്ടുണ്ട് ചെയ്യണമെന്ന്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നടന്നൊരു താമ്പൂല പ്രശ്നമാണ്. പിന്നെ വീട്ടിലെല്ലാവരും പറയുന്നത് ഇവിടെ ഈ തറവാട്ടിൽ താമ്പൂല പ്രശ്നം ചെയ്തിട്ട് ഒരുപാട് വർഷങ്ങളായി എന്ന്. അപ്പോഴേക്കും ഉച്ചയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് കഴിക്കുന്ന പരിപാടിയാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു. നല്ല സദ്യയായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി സദ്യയൊക്കെ കഴിച്ചു. നമ്മുടെ അടുത്ത തിരുനാവായെന്ന് വന്നിട്ടുള്ള പണിക്കന്മാരായിരുന്നു കേട്ടോ. നല്ല ഉഗ്രം പണിക്കന്മാരായിരുന്നു. നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ തറവാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ശരിക്കും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അവരുടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. ഏകദേശം രാവിലെ തുടങ്ങിയിട്ട് 8 മണിക്ക് തുടങ്ങിയിട്ട് ഒരു 7 മണി വരെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രാത്രിയായി. എല്ലാവരും ഒരുമിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിരിഞ്ഞത്. അപ്പോൾ ഇതാ ഒരു ഇലയിൽ ചേച്ചിയും അനിയത്തിയും കൂടി ഫുഡ് കഴിക്കുകയാണ്. കണ്ടോ, ആ ഒരു ഒത്തൊരുമയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഒരുമ. ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. നല്ല രസമാണ്. എല്ലാ അമ്മായിമാരും നല്ല സ്നേഹത്തിലാണ്, നല്ല സെറ്റാണ്. അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ കൂടുമ്പോഴൊക്കെ നല്ല രസമാണല്ലോ. പിന്നെ കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ഇരുന്ന് ഒരുപാട് നേരം കത്തിയടിച്ചിട്ടാണ് എല്ലാവരും പിരിഞ്ഞു പോയത്. പിന്നെ ഇനി എല്ലാ മാസവും 1-ാം തീയതി ഇതുപോലെ തറവാട്ടിൽ എല്ലാവരും കൂടണം എന്നാണ്. അപ്പോൾ എല്ലാവരും കൂടും. അപ്പോൾ ആ വിശേഷങ്ങളും ഇനി കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.